ഷേഖ് മുഖ്താർ ആലം ഷക്തർ ഇത് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപക്ഷേ എത്ര പേർ ഈ മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇയാളുടെ പ്രത്യേകതകൾ അറിഞ്ഞിട്ടുണ്ട്, ഇയാൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതൊന്ന് പങ്കുവെക്കാമെന്ന് തീരുമാനിച്ചത്. വിശുദ്ധ കാബയുടെ മുകളിൽ പുതപ്പിച്ചിരിക്കുന്ന ഒരു കറുത്ത തുണിയുണ്ട്. അതിനെ കിസ്വ എന്നാണ് പറയുന്നത്. ഈ കിസ്വ സ്വർണ്ണലിപികളാൽ തൗഹീദിൻ്റെയും ഷഹാദത്തിൻ്റെയും ഒക്കെ വാചകങ്ങൾ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാചകങ്ങൾ, അതോടൊപ്പം ഖുർആനിലെ സൂറത്തുകൾ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ ഒക്കെ ചേർത്ത് ഈ കാലിഗ്രഫി ചെയ്യുന്ന കാലിഗ്രാഫറുടെ പേരാണ് ഷേഖ് മുഖ്താർ അൽ ഷക്തർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സൗദിക്കാരനല്ല, ജനിച്ചതും സൗദിക്കാരനായിട്ടല്ല. പക്ഷേ 2021 രാജ്യം അദ്ദേഹത്തിന് പൗരത്വം നൽകി. സൗദി സർക്കാർ പൗരത്വം നൽകുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ഈ മനുഷ്യന് പൗരത്വം നൽകാനുള്ള കാരണം ഇന്ന് ആ കിസ്വയ്ക്ക് മുകളിൽ പുതയ്ക്കുന്ന ഈ സുവർണ ലിപികളെ ഏറ്റവും മനോഹരവും ഭംഗിയുള്ളതുമാക്കി അതിൻ്റെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്തെടുത്തു എന്നുള്ളതിൻ്റെ അംഗീകാരമാണ്. 1962 ബംഗ്ലാദേശി വംശജരായ മാതാപിതാക്കൾക്കാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ ജനിക്കുന്നത്. ഏതാണ്ട് 15-16 വയസ്സ് മുതൽ അദ്ദേഹം കാലിഗ്രഫി പഠിക്കാൻ തുടങ്ങി. ആ കാലിഗ്രഫിയിൽ വളരെ താല്പര്യപൂർവ്വം ഇടപെടുകയും ഏതാണ്ട് ഹിജറ 1422 ആയപ്പോൾ അദ്ദേഹം സൗദി അറേബ്യയിലെ ഒരു പ്രമുഖനായ സലീം ബജൈനാഥ് എന്ന് പറയുന്ന ഒരു കാലിഗ്രാഫറെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിനോട് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ആ ആഗ്രഹങ്ങൾ കേട്ട് അതിൻ്റെ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതം തോന്നി, എത്ര ഭംഗിയായാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ സൗദി സർക്കാരിലേക്ക് ഈ വിവരങ്ങളൊക്കെ വെച്ച് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2002 ജൂലൈയിൽ മക്കയിലുള്ള കിസ്വ ഫാക്ടറിയിൽ കാലിഗ്രാഫറായി അദ്ദേഹം നിയമിതനായി. ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ആ പരീക്ഷയും അത് കഴിഞ്ഞുള്ള മുഖാമുഖത്തിലുമൊക്കെ വളരെ അത്ഭുതകരമായ മികവാണ് ഈ മനുഷ്യൻ പ്രകടിപ്പിച്ചത്. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ സ്ഥാനം ലഭിച്ചത്. പരമ്പരാഗതമായ തുലുത് ശൈലി എന്ന് പറയുന്നൊരു ശൈലിയുണ്ട്. അത് ഈ കിസ്വയിൽ എഴുതുന്ന കാലിഗ്രാഫിയുടെ ഒരു അടിസ്ഥാന ശൈലിയാണ്. അതിൽ നിന്ന് അല്പം പോലും മാറാതെ, എന്നാൽ അതോടൊപ്പം തന്നെ ഈ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ച് വളരെ മനോഹരമാക്കി അക്ഷരങ്ങളുടെ വലിപ്പം, വൃത്തം, ചതുരാകൃതി എന്നിവയൊക്കെ വളരെ ഭംഗിയായി ചെയ്താണ് അദ്ദേഹം ഈ പണി പൂർത്തിയാക്കുന്നത്. ഇതിന് പ്രധാനമായും കിസ്വയിലെ ലിപികൾ പ്രധാനപ്പെട്ടവ ഇവയാണെന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്ന് കാബയുടെ മധ്യത്തിൽ ചുറ്റുന്ന വലിയ സ്വർണ്ണ ബാൻഡാണ്. അവിടെ ദീർഘമായ ഖുർആൻ വചനങ്ങളാണ് എഴുതുന്നത്. 4 മൂലകളിൽ ഓരോ മൂലയിലും സൂറത്തുൽ ഇഖ്ലാസ് എഴുതാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് ഖുർആനിലെ. എപ്പോഴും സ്വയം പാരായണം ചെയ്യുന്നതിൽ ഏതാണ് ഏറ്റവും ഉത്തമമായ സൂറത്ത് എന്ന തരത്തിൽ ഇഖ്ലാസിനെക്കുറിച്ച് പലയിടത്തും പറയാറുണ്ട്. വൃത്താകൃതിയിലുള്ള മെഡലിനുകളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലുള്ള, പിന്നെ സൂറത്തുൽ ഫാത്തിഹ, പിന്നെ അതുപോലെ തന്നെ സൂറത്തു ത്വാഹ, സൂറത്തു നൂറ്, പിന്നെ ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന ഷഹാദയും, അതുപോലെ തന്നെ ചില വ്യത്യസ്തമായ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന സൂക്തങ്ങളുമൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുലുത് ജലി മുറക്കബ് എന്ന വിശേഷണത്തോടു കൂടിയാണ് ഈ ശൈലിയെ ലോകം കാണുന്നത്. ഈ സ്വർണം, വെള്ളി നൂലുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഏകദേശം 120 കിലോ സ്വർണം പൂശിയ നൂലുകളാണ് ഇതിൽ ഈ പ്രവൃത്തിക്കായി ഉപയോഗിക്കുന്നത്. ഷേഖ് അബ്ദുൽ റഹീം അമീൻ ബുഖാരി എന്ന അദ്ദേഹം രൂപകൽപ്പന ചെയ്ത അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ലിപികളൊക്കെയും പൂർത്തിയാക്കുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നതുമൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണ മക്കയിലും ഒക്കെ പോകുമ്പോൾ ഈ കിസ്വയിൽ പിടിച്ച്, അതിൻ്റെ കില്ലയിൽ പിടിച്ച് ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ അതിനടുത്തേക്കൊന്നും അത്രമേൽ അടുപ്പിക്കാറില്ലെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ പോയിട്ടൊരു 10-12 വർഷമായി കാണും. ആ സന്ദർഭങ്ങളിലൊക്കെ കുറച്ചുകൂടി അതിനകത്ത് കയറാനും അതിലിങ്ങനെ പിടിച്ചു പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും മനോഹരമായ ആ സംഗതികളൊക്കെയും
അതിന് നേതൃത്വം നൽകുന്നത് ഈ മനുഷ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെവിടെയോ ഏതോ രാജ്യത്ത് ജനിച്ച അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കായി ജനിക്കുന്ന ഒരാൾ ഒരു വിശ്വാസഗേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കേന്ദ്രത്തിലെ വളരെ വികാരപരമായ ആത്മീയമായി വലിയ പ്രാധാന്യമുള്ള മുഹറം 1-നാണ് ഈ കിസ്വ പുതപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരമൊരു മഹത്തായ ദൗത്യം നിർവഹിക്കുന്നത് ഈ മനുഷ്യനാണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്.